ആ മോളെ ഡോക്ടർ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. 2-3 മാസം നല്ലപോലെ റെസ്റ്റ് വേണമെന്നാട്ടെ പറഞ്ഞിരിക്കണത്. പിന്നെ ഈ മരുന്നുകളൊക്കെ നേരത്തെ കഴിക്കും, നല്ലപോലെ ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. ഇനി ഒറ്റത്തടിയല്ല, ആ ഓർമ്മ എപ്പോഴും വേണം. ശരി ഉമ്മ. പിന്നെ നീ അവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ലമ്മ, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാന് ഇക്കാക്ക് ഇപ്പൊ തന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറയട്ടെ. ഇനിയിപ്പോ നീ ഫോൺ വിളിച്ച് പറയാൻ നിൽക്കണ്ട. അവൻ വൈകുന്നേരം വരുമ്പോഴേ ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം. അവനിക്കിത് കേൾക്കുമ്പോഴേ വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ കാര്യം അവനോട് ആദ്യം പറയണം. ഈ തള്ളക്ക് ഇതെന്തിന്റെ കട? ഞാനല്ലേ ഈ കാര്യം ഇക്കാനോട് ആദ്യം പറയരുത്. ഈ തള്ളക്ക് ഈടായിട്ട് കുറച്ച് ഇളക്കം കൂടുണ്ട്. നീ ഇങ്ങനെ വെയിലത്ത് നിൽക്കണ്ട, നീ പോയി റെസ്റ്റ് എടുക്ക്. റംസി പോയിട്ട് എന്തായി? ഡോക്ടർ എന്താ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ കുഴപ്പം വേണോ? അയ്യോ, നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവിടെ? ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാ? നിന്റെ കുട്ടി എന്ന് പറയുമ്പോ അത് എന്റെ കൂടി കുട്ടീനെ പോലെയല്ലേ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചു. എന്തോ? എങ്ങനെ? നിന്റെയും കൂടി കുട്ടിയോ? അതെ, നീ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അവളുടെ കുട്ടി അത്ര. എന്റെ വയറ്റിൽ വളരുന്ന കുട്ടി എങ്ങനെയായിട്ട് നിന്റെ കുട്ടിയത്? നിന്റെ വയറ്റിൽ ജനിച്ചാലും എനിക്ക് ആ കുട്ടീനെ വളർത്തുകയോ സ്നേഹിക്കുകയൊക്കെ ചെയ്യാലോ. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നിന്റെ കുട്ടി എന്റെ കുട്ടീന്നൊക്കെ ഉണ്ടോ? അത് നമ്മുടെ കുട്ടീനല്ലേ. ഓ അങ്ങനെ. അല്ല, അതിന് ഈ മച്ചൾക്കേ ഈ കുട്ടികളെ വളർത്താനൊക്കെ അറിയോ? നീ തന്നെ പറ, നീ ഒരു മച്ചല്ലേ, നിനക്കറിയോ കുട്ടികളെയൊക്കെ വളർത്താൻ? ഒരു കുട്ടീനെ വളർത്താൻ വന്നാക്കണം. അല്ല, ഇനിയിപ്പോ എന്റെ പ്രസവം കഴിഞ്ഞാ അവളെന്റെ കുട്ടീനെ സ്നേഹിച്ച് അവളുടെ വരുതിയിലാക്കുവോ? ഷോ, എന്റെ കുട്ടി. അതപ്പോഴല്ലേ, അപ്പൊ നോക്കാം. അപ്പത്തിനും ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം. റംല താത്തോ, എന്താണ് പണിയുന്നത്? അത് ഇത്തിരി വെള്ളച്ചീനിയടി, തൈരിട്ട് വെച്ചതാ. 2 ദിവസമായിട്ട് മഴയായിരുന്നില്ലേ, ഇന്നിപ്പോ ഇത്തിരി വെയിലൊക്കെ കാണുന്നുണ്ട്. ഇത്തിരി വെയിലത്ത് വെച്ച് ഉണക്കട്ടെ പറഞ്ഞിട്ടേ. പുതിയ മരുമകൾക്ക് വിശേഷം ഉണ്ടെന്നൊക്കെ പറയുന്നേട്ടല്ലോ. ഉണ്ടടി. അല്ല, നിന്റെ അടുത്ത് ആരത് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു കാര്യം, ഇപ്പൊ നാട്ടിൽ പാട്ടാവാനാ പാട്. അത് ശരിയാ, ഞങ്ങളിപ്പോ ആശുപത്രി പോയിട്ട് വന്നുള്ളൂ. അതെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, 2 ആഴ്ചയായി. അവൾക്ക് രാവിലെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരു തലചുറ്റലും ഒരു ഓക്കാനം പോലെയൊക്കെ 1-2 വട്ടം ഛർദ്ദിക്കുകയും ചെയ്തു. അപ്പോഴേ ഒരു സംശയം തോന്നി. അപ്പൊ എന്തായാലും അതൊന്ന് ഉറപ്പിക്കണല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് അപ്പൊ തന്നെ പോയി. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്താ പറഞ്ഞ, 5-6 വർഷമായില്ലടി ഇതിനു വേണ്ടിയിട്ട് ഞാനും എന്റെ മകനും കാത്തിരിക്കുന്നു. അതും ശരിയാ. ജസ്മിയോ, അവളെ അറിഞ്ഞില്ലേ? പിന്നെ അവളെ അറിയാണ്ടിരിക്കുവോ? അവൾക്ക് നല്ല അസൂയുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വന്ന് കയറിയിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ തന്നെ അവൾക്ക് വിശേഷമായില്ലേ. നല്ല അസൂയുണ്ട്, പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. അതാ ഞാനും പറഞ്ഞു വരുന്നത്. ജസ്നാന്റെ മേലെ നിങ്ങളുടെ ഒരു കണ്ണ് വേണം. ഈ ഭക്ഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ റംസിക്ക് കൊടുക്കുമ്പോഴേ നിങ്ങളുടെ ഒരു കണ്ണ് എന്തായാലും വേണട്ടോ. പറയാൻ പറ്റില്ല, പെണ്ണ് ശത്രുവാ. അത് ശരിയാ, എനിക്കും ആ പേടി ഉണ്ടടി. അവളിവിടെ ഉണ്ടെങ്കിലേ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് ദിവസേ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറയണം. അതാ നല്ലത്. എന്നാ പിന്നെ അവളെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്താക്കി കൂടെയും. എന്തിനാ വെറുതെ നിങ്ങളുടെ മനക്കൊരു ഒഴിയാ ബാധയായിട്ട് ഇവിടെ നിർത്തിയാക്കണത്? അയ്യേ, നാണക്കടാട്ടോളിയും. 2 ഭാര്യയൊക്കെ ഉണ്ട് പറയണത് ഭയങ്കര നാണക്കടാണ്. അതിനാ മരം കൂടെ കേക്കണ്ടേ. അവളാണിങ്ങോട്ട് ഒഴിഞ്ഞു പോവൂല്ല. മറ്റേ അള്ളൊട്ടിയ പോലെ ഒട്ടിപ്പിടിച്ചാക്കല്ലേ അവളെന്റെ മാന്റെ മേത്ത്. അതന്നെ നല്ലത്. കുറച്ച് ദിവസേ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറയും. പിന്നെ ഇങ്ങോട്ട് വിളിക്കാനും നിൽക്കണ്ട. അപ്പൊ പിന്നെ ഇവിടെ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവളായിട്ട് അങ്ങോട്ട് ഇടപഴകുമ്പോഴേ അതൊക്കെ മറന്നോളൂ. ഇതാർക്കാടി പാലൊക്കെ തിളപ്പിക്കുന്നത്? നീ പാലും കുടിക്കാൻ തുടങ്ങിയ? ഇതെനിക്കല്ലോ മാം, റംസിക്ക് പാല് കുടിക്കാൻ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവൾക്കാ. ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ സുബൈദ പറഞ്ഞ പോലെ ഇവളെന്തെങ്കിലും ചെയ്താലോ? ഇനിയിപ്പോൾ പാലെന്തെങ്കിലും കലക്കോ? അയ്യോ, എന്റെ പേരക്കുട്ടി. നീ ഇങ്ങോട്ട് മാറ്. റംസിക്ക് പാലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ഇങ്ങോട്ട് മാറ്. നീയേ അവളുടെ ഭക്ഷണ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കണ്ട. റംസിക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം.
നീ അവളുടെ ഡ്രസ്സുകൾ തിരുമ്പ്, അല്ലെങ്കിൽ അവൾക്ക് വയ്യാന്ന് പറയുമ്പോ അവളുടെ കാലോ കയ്യോ കുഴിഞ്ഞു കൊടുക്ക്, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അവളുടെ ഭക്ഷണ കാര്യങ്ങളിലൊന്നും നീ അങ്ങനെ കൈകടത്താൻ വരണ്ട. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ഈ ചെക്കൻ വരേണ്ട സമയമായല്ലോ, ഇന്ന് കാണാനും ഇല്ലാലോ ഈ ചെക്കൻ. ആ വന്നോ ഡാ. നീ ഫൈസലെ, നീ 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 ഒരു വാപ്പയാവാൻ പോവാടാ. സത്യം? ആടാ, അവളെ രാവിലെ ഒന്ന് ഛർദിച്ചു. അപ്പൊ തന്നെ ഞാൻ അവളെയും കൊണ്ട് ആശുപത്രി പോയി നോക്കി. എനിക്ക് നീ വരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. പോസിറ്റീവ് ആടാ. എന്നിട്ട് അവളോട് ഉമ്മ? അവള് റൂമിലുണ്ടാ, നീ അങ്ങോട്ട് ചെല്ല്. എന്നാല് ഉമ്മ ഞാനൊന്നും അവിടെ ഒന്ന് കാണട്ടെ. ശോ, ചെക്കൻ്റെ ഒരു നാണം. എന്താടി നീ ഇങ്ങനെ നോക്കണ്? അവനൊക്കെ കൈവിട്ട് പോയി. ഇനി നീ പിടിച്ചവിടെയൊന്നും അവനെ കിട്ടില്ല. കഴിവുള്ള പെണ്ണുങ്ങൾ വന്നാലേ ഇങ്ങനെയൊക്കെ ആടി. നീ എന്താടി വിചാരിച്ച് അവളും നിന്നെ പോലെ ആവുന്നോ? ഇനി എന്തിനാടി നീ ഇവിടെ അങ്ങനെ നിക്കണത്? എന്റെ മാനിക്ക് ഒരു ബാധ്യതയാവാൻ ഇറങ്ങി പൊക്കൂടടി. എന്റെ മാനിക്ക് നിന്നെ ഇപ്പൊ കാര്യമൊക്കെ ആയിരിക്കും. ഇനിയിപ്പൊ അവർക്കൊരു കുട്ടി ജനിച്ചാലേ അവൻ നിന്നെ മൈൻഡേ ചെയ്യില്ല. പിന്നെ അവനായിരിക്കും നിന്നെ ഈ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കണത്. നിനക്ക് ഈ കുട്ടി കുടുംബം ഇതൊന്നും പറഞ്ഞിട്ടില്ലടി. ഇനിയിപ്പോ നീ നിന്റെ വീട്ടിൽ പോയി നിന്നാലും ഇതൊക്കെ തന്നെയാട്ടോ അവസ്ഥ. അവർക്കും നീ ഒരു ബാധ്യത തന്നെയായിരിക്കും. എന്താ ചെയ്യാ, ഇങ്ങനെയും ഓരോരോ ജന്മങ്ങള്. ഇക്കാക്ക് നാളെ ഓഫീസ് ഉണ്ടോ? ഇല്ല. എന്നാലേ നാളെ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കോ. ഉമ്മാനെ കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോവാനാ. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പൊ കൂടെ പോവാൻ വേണ്ടിട്ടാ. ആ ശരി, നമുക്ക് പോവാം. ഞാൻ ഉണ്ടാക്കി തരാം. നമുക്ക് ഒരുമിച്ച് പോവാ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഒപ്പം തിരിച്ചു വരാലോ. ആ ശരി. ഇക്കാക്ക് ചായ എന്തെങ്കിലും വേണപ്പോ? വേണ്ട, ഇപ്പൊ ചായ ഒന്നും വേണ്ട. ആ ഇക്കാക്ക് നാളെ ഓഫീസിലല്ലോ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. നമുക്കൊന്ന് പുറത്തു പോകണം കേട്ടോ. എടി നാളെ പോവാൻ പറ്റില്ല. നാളെ ഞാൻ ജസ്നാന്റെ ഉമ്മാനെയും കൊണ്ട് ആശുപത്രി പോവാ. അതിനെന്തിനാ ഇക്ക പോണ്? അവളുടെ ഉമ്മാന്റെ കൂടെ അവൾ മാത്രം പോയാ പോരെ? ഇത് നാളെ തന്നെ പോയി വാങ്ങിക്കണക്ക. കുറച്ച് മരുന്നുകൾ വാങ്ങിക്കാനാ ഡോക്ടർ പറഞ്ഞതാ. ഇക്ക ഒരു കാര്യം ചെയ്യും, അവളോട് പോയിട്ടേ നാളെ വരാൻ പറ്റില്ല, അവളോട് തന്നെ പോവാൻ പറയും. ഇത് മുടക്കാനൊന്നും പറ്റില്ല, നമ്മുടെ കുട്ടിയുടെ കാര്യ. ശരി, ഞാൻ അവളോട് പോയി പറയാ. ജസ്ന, എനിക്ക് നാളെ നിന്റെ കൂടെ വരാൻ പറ്റില്ല. നാളെ റംസിന്റെ കൂടെ ഒന്ന് പുറത്തു പോകണം. കുറച്ച് മരുന്നുകൾ വാങ്ങിക്കാണ്ട്. ഡോക്ടർ പറഞ്ഞത് അത്ര, അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അവളിപ്പോഴാ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പൈസ തരാം. നീ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോക്കോ.